നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. +2-ൻ്റെ നമ്മൾ അത്യാവശ്യം എല്ലാ ചാപ്റ്ററും ചെയ്തിരുന്നു. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോസ്, അതായത് ചാപ്റ്റർ 10 to 14, 10 മുതൽ 14 ചാപ്റ്റർ വരെ. അന്നേരം ബാക്കിയുള്ള വീഡിയോസ് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള വീഡിയോസ് ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ നല്ല എളുപ്പത്തിന് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം. അന്നേരം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ 10 ഫിസിക്സിലെ ചാപ്റ്റർ 10 എന്ന് പറയുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ? ഒന്ന്, ഹൈജീൻസ് പ്രിൻസിപ്പിൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. പ്രൂഫ് ഓഫ് ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. കൊഹറന്റ് സോഴ്സ്, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് പോളറോയിഡ്സ് ആകാം, പോളറൈസേഷൻ ആകാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡഫറൻസ് ബാൻഡ്സ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്സ്, അങ്ങനെയുള്ള ബാൻഡ് വിഡ്ത്ത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേവ് ഒപ്റ്റിക്സിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കിട്ടും. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ ആണ്. ഡ്യുവൽ നേച്ചറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് ഫംഗ്ഷൻ, മെത്തേഡ്സ് ഓഫ് ഫീൽഡ് എമിഷൻ, മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. 4 മെത്തേഡ്സ് ആണ്: തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, സെക്കൻഡറി എമിഷൻ. ഈ എമിഷൻ ഓർത്തിരിക്കുക. ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാച്ചുറേഷൻ കറണ്ടും ത്രഷോൾഡ് ഫ്രീക്വൻസിയും കട്ട് ഓഫ് പൊട്ടൻഷ്യലും വെച്ചുള്ള ഗ്രാഫുകൾ, ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. പിന്നെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. ഈസി ആയിട്ട് തരുന്ന ചാപ്റ്ററാണ്. അടുത്തത് ആറ്റംസും ന്യൂക്ലിയറും ഞാൻ ഒരുമിച്ച് അങ്ങ് പറയുകയാണ്. 12ഉം 13ാമത്തെ ചാപ്റ്റർ. അതിനകത്ത് മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി, മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്, ക്യൂറിയും റുദർഫോർഡും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഐസോടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോവുക. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, അതുപോലെ തന്നെ ചെയിൻ റിയാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, കാരണം മാക്സിമം 4 മാർക്കേ ഉള്ളൂ വെയിറ്റേജ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനകത്ത് റെക്ടിഫയർ ആൻഡ് പ്രിൻസിപ്പിൾ, ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ. പിന്നെ എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, ഫോർബിഡ് എനർജി ഗ്യാപ്പ്, അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അത് വെച്ച് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സും ചെയ്തേക്കുന്നത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. എന്താണ് ഡോപ്പിംഗ് എന്ന് പഠിച്ചുകൊണ്ട് പോവുക. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഈസി ആയിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും മോഡൽ എക്സാമിന് അടിപൊളി ആശംസകൾ നേരുന്നു. നന്നായിട്ട് പോയി എഴുതുക. ബെസ്റ്റ് വിഷസ്. നെവർ എവർ ഗിവ് അപ്പ്.